നമ്മളിന്നേ മഞ്ഞൾ വിളവെടുക്കാൻ പോകട്ടോ. നമ്മുടെ മഞ്ഞളൊക്കെ വിളഞ്ഞ് നല്ല റെഡിയായിട്ട് നിൽക്കുക. അപ്പം എൻ്റെ പേര് അക്ഷയ്. വെൽക്കം ടു മൈ ചാനൽ. ഇത് കണ്ടോ, നമ്മുടെ മഞ്ഞളൊക്കെ നന്നായിട്ട് വിളഞ്ഞ് ഇപ്പോൾ പട്ട് കിടക്കുന്നത് കണ്ടോ. ഇതിപ്പോൾ കിളയ്ക്കേണ്ട സമയമാണ് കേട്ടോ. നമുക്ക് അധികം നാൾ ഇതിങ്ങനെ മണ്ണിൽ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തുമില്ല. ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് അതുകൊണ്ട് ഈ കരിയില കണ്ടോ, കരിയിലൊക്കെ ഇവിടെ കൂടിക്കിടക്കുക. നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാവേ. എന്നിട്ട് വേണം നമുക്കിത് കിളയ്ക്കാൻ. കഴിഞ്ഞ തവണ മരം വെട്ടിയപ്പോഴേ നേരെ വീണ് നമ്മുടെ കിളുത്ത് നിന്ന മഞ്ഞളിൻ്റെ മുകളിലോട്ടാണ്. അപ്പം അന്ന് കുറേ നശിച്ചു പോയായിരുന്നു. അപ്പോൾ നമുക്കിനി കിളച്ച് നോക്കുമ്പോൾ അറിയാം എന്താ അതിൻ്റെ അവസ്ഥ എന്ന്, വല്ലതും ഉണ്ടോ ഇതിനകത്തുനിന്ന്. നമ്മളിപ്പോൾ കരിയിലേക്ക് അത്യാവശ്യം ഒതുക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കിളച്ച് നോക്കാവേ. ഇത് കണ്ടോ, അപ്പനും ഇവിടെ കിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എന്തോ മണമെന്നറിയോ ഈ മഞ്ഞളുടെ. നമ്മുടെ മൂക്കൊക്കെ ഇല്ലേ, മൂക്കൊക്കെ തുളച്ച് കയറുന്ന ടൈപ്പ് മണമാണിത്. നിങ്ങൾ മസ്റ്റായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. മഞ്ഞളിൻ്റെ മണവും ഈ മണ്ണിൻ്റെ മണവും ഇതുണ്ടല്ലോ, ഒരു പ്രത്യേക ഫീലാണത്. ഒന്നുകിൽ നിങ്ങൾ മഞ്ഞൾ കൃഷി ചെയ്ത് ഇതുപോലെ വിളവെടുക്കുമ്പോൾ ആ മണം ആസ്വദിക്കുക, അല്ലെങ്കിൽ മഞ്ഞൾ തോട്ടത്തിൽ ചെല്ലുക. എന്തായാലും നമ്മളിത് പേടിച്ച പോലെ അത്ര മോശം വിളവൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് അടിപൊളി വിളവാണ് കിട്ടിയേക്കുന്നത്. എല്ലാം നല്ല സൈസുള്ള നല്ല മുഴുത്തിരിക്കുന്ന മഞ്ഞൾ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് കണ്ടോ, അപ്പം കഷ്ടപ്പെട്ട് കിളയ്ക്കുന്നത് കണ്ട് കുറേ നേരം ഞാൻ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അത് അപ്പൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിയുടെ ഈഗോ നൈസായിട്ട് ഹേർട്ടായി. അപ്പോൾ എൻ്റെ അടുത്ത് സ്ഥിരം നമ്പർ തന്നെ, മോനെ ഇനി കുറച്ച് നേരം നീ ഒന്ന് കിളയ്ക്ക്, നിനക്ക് കിളയ്ക്കാറ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നൈസായിട്ട് കൂന്താലം എൻ്റെ കയ്യിൽ വന്നു. എന്നിട്ട് അപ്പം നൈസായിട്ട് സൈഡിലോട്ട് ഇങ്ങനെ വലിഞ്ഞ്. ഇതൊക്കെ നിസ്സാരം എന്ന് പറഞ്ഞ് ഞാൻ ആ ദൗത്യം അങ്ങ് ഏറ്റെടുത്തായിരുന്നേ. പിന്നെ വിളവെടുക്കുന്ന കാര്യം എനിക്കൊരു പ്രത്യേക ഇഷ്ടമുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ നട്ട് വളർത്തിയത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോഴേ കിട്ടുന്നൊരു സന്തോഷമില്ലേ, അതാണ് എൻ്റെ സത്യം പറഞ്ഞ എൻ്റെ ഹാപ്പിനെസ്സും അത് തന്നെയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യണം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മഞ്ഞൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കൃഷി തന്നെയാണ്. പിന്നെ ഇതിന് മെയിൻ്റനൻസും കുറവാണ്. ഞാൻ വേണേൽ ഇതിനെ സീറോ മെയിൻ്റനൻസ് വേണേൽ പറയും. ഞാനങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നട്ട് കഴിഞ്ഞ് പ്രത്യേകിച്ച് ചിലവൊന്നും വരുന്നില്ല. ഞങ്ങളിവിടെ ചെയ്യുന്നത് രാസവളമൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. രാസവളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല മഞ്ഞളിന്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ചാണകപ്പൊടിയില്ലേ, നടുമ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇട്ട് നടും. ചാണകപ്പൊടി ഇട്ട് നടും. പിന്നെ ചാണകവെള്ളം ഇല്ലേ, പച്ച ചാണകം കലക്കി ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കും. അത് തന്നെ ധാരാളമാണ്. നല്ല ശക്തിക്കാണ് ഇത് കിളുത്ത് വരുന്നത്. ഇപ്പം നിങ്ങളുടെ ഏരിയയിലൊക്കെ പന്നി ശല്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മഞ്ഞൾ കൃഷി ചെയ്യാൻ കേട്ടോ. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിയൊന്നും മഞ്ഞൾ വേണ്ട, പന്നിക്ക് മഞ്ഞൾ വേണ്ട. ഇപ്പം നമ്മൾ നട്ട് കഴിഞ്ഞാലും ഇതിൻ്റെ പരിസരത്തൊന്നും പന്നി അങ്ങനെ വരാറില്ല. ഞങ്ങളിവിടെ ഈ മഞ്ഞൾ കൃഷി ചെയ്യുന്നത് ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിൻ്റെ അതിര് ചേർത്തിട്ടാണ്. അതിരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടറി ലൈൻ. അപ്പം ഞങ്ങളങ്ങനെ ബൗണ്ടറി ലൈൻ ചേർത്ത് നടാനൊരു കാരണവും പന്നി ശല്യമാകാൻ തന്നെ കൂട്ടിക്കൂ. അപ്പം ഞങ്ങൾ ഇത്തവണയും കഴിഞ്ഞ തവണയായിട്ടൊക്കെ ഞങ്ങൾ മഞ്ഞൾ കൃഷി ചെയ്യുമ്പം ഞങ്ങളെപ്പോഴും അതിര് ചേർത്ത് നടാൻ ശ്രമിക്കാറുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞളുടെ മണം അടിച്ചിട്ട് പന്നി ശല്യം അധികം ഉണ്ടാകാറില്ല. ഇത് എത്രത്തോളം സെക്യൂർ മെത്തഡാണെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ നിങ്ങൾ നട്ടിട്ടും പന്നി കയറുവാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമ്മളെ മഞ്ഞളെല്ലാം വിളവെടുത്ത് കഴിഞ്ഞു. ഇത് കണ്ടോ, എല്ലാം കൂട്ടിയിട്ടേക്കുന്നത് കണ്ടോ. ഇത് നമ്മുടെ ആദ്യത്തെ സ്റ്റേജായിരുന്നു കേട്ടോ. മൊത്തം നമ്മുടെ ഈ പ്രൊസീജിയേഴ്സിന് 5 സ്റ്റേജ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ മഞ്ഞൾ കിളച്ച് കണ്ടോ എല്ലാം കൂട്ടിയിട്ടേക്കുന്നത് കണ്ടോ. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജായി, അതായത് മഞ്ഞൾ ഒരുക്കുന്ന സ്റ്റേജ്. ഇതിൻ്റെ വേരൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് നമ്മളിതിനെ സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഒരുക്കിയെടുക്കും. അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ്. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് ഉണ്ട്. അതിലാണ് നമ്മളിത് പുഴുങ്ങിയെടുക്കുന്നത്. നമ്മൾ നല്ല ചൂടുവെള്ളത്തിയിട്ട് നല്ലതായിട്ട് പുഴുങ്ങിയെടുക്കും. നാലാമത്തെ സ്റ്റേജ് നമ്മളിത് ഉണക്കാനിടും. നല്ല വെയിലത്ത് ഒരു 10-15 ദിവസം നമ്മളിട്ട് ഉണക്കി നല്ല അടിപൊളിയാക്കി എടുക്കും. ഇനിയും ലാസ്റ്റ് സ്റ്റേജ്, അതായത് അഞ്ചാമത്തെ സ്റ്റേജിലാണ് നമ്മൾ പൊടിപ്പിക്കുന്നത്. നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ നമ്മളിത് പൊടിപ്പിച്ച് നമ്മൾ സൂക്ഷിച്ചു വെക്കും. ഇതൊക്കെ നമുക്കൊന്ന് മണ്ണ് തട്ടി മാറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാവേ. മണ്ണിച്ചിരി കടുപ്പോ കേട്ടോ, മണ്ണിച്ചിരി കത്തിക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട ഒരു മൂട് മഞ്ഞളാണ്. അതിൻ്റെ പഴയ മൂടാണ് ഇതാണ്. ഇതിൽ നിന്നാണ് ഇത്രയും മഞ്ഞളും ഉണ്ടായത്, ഈ ഒറ്റ ഒരു കഷ്ണത്തിൽ നിന്നാണ്. നമ്മൾ ഈ പുഴുങ്ങുന്ന കൂട്ടത്തിൽ മഞ്ഞൾ പുഴുങ്ങുമ്പോൾ ഇത് നമ്മൾ അതിൻ്റെ വേരുകളെല്ലാം കളഞ്ഞ്
എല്ലാം വൃത്തിയാക്കി നമ്മൾ മുറിച്ച് ഇട്ട് ഉണങ്ങും. മണം കണ്ടോ ചെയ്യുന്നത്? നല്ല മണം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മഞ്ഞപ്പൊടിക്കൊക്കെ ഈ മണം കിട്ടും. ഇത്രയൊന്നും കിട്ടത്തില്ല, ഇത് ശുദ്ധമായ മഞ്ഞളല്ലേ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾ ഇത്രയും ശുദ്ധമായ മഞ്ഞപ്പൊടി നമുക്ക് കിട്ടത്തില്ല ഒരിക്കലും. നല്ല മഞ്ഞപ്പൊടി നമ്മൾ ഇതുപോലെ തന്നെ നട്ട് ഈ മഞ്ഞൾ പൊടിച്ച് നമ്മളെടുക്കുന്നതാണ് ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റിയായ മഞ്ഞൾപ്പൊടി. കടയിൽ നിന്ന് പൊടിക്കാൻ ഈ മണവും ഗുണവും ഉണ്ടോയെന്നും അറിയത്തില്ലല്ലേ. പക്ഷെ നമ്മളിത് പൊടിച്ചപ്പോൾ കഴിഞ്ഞ പൊടിച്ചപ്പോൾ നല്ല കളറിലായിരുന്നു. പിന്നെ നല്ല കളറിൽ നല്ല കഴിഞ്ഞ നമ്മൾ എത്ര മഞ്ഞളാഴ്ച പൊടിപ്പിച്ച്? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം ഇതിൻ്റെ പകുതി മഞ്ഞളോളം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൊടിപ്പിച്ചിരുന്നു. നമ്മൾ ഇതിൻ്റെ ഇത്രയും കാണുമല്ലേ? ഒരു കാൽ ഭാഗം കഴിഞ്ഞ പൊടിപ്പിച്ചല്ലേ? അത്രയും ഒരു വർഷം ഉപയോഗിച്ചില്ലേ? അത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷം പൊടിപ്പിച്ചാണ്ട് ഇതിൻ്റെ കാൽ ഭാഗം മഞ്ഞളാണ് പൊടിപ്പിച്ചു. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഉണ്ട് കേട്ടോ, പൊടി തീർന്നിട്ടില്ല. കറക്റ്റ് തീരാറായപ്പോൾ അതിൻ്റെ അടുത്ത മഞ്ഞൾ കിട്ടി നമുക്കൊരു കൊല്ലത്തേക്കുള്ള ഉണ്ട്. ബാക്കി നമ്മൾ കടയിലും കൊടുക്കാം അല്ലേ? അങ്ങനെ അപ്പം ഇതേ ഇതിൽ കേടൊന്നും ഇല്ലല്ലോ മഞ്ഞളിൽ? ഒരു കേടുമില്ല. പ്രാവശ്യം കിട്ടിയത് നല്ല മഞ്ഞളാണ് നമുക്ക് കിട്ടിയത്. മഞ്ഞൾ നട്ടാലും മറ്റ് കൃഷികളിലോട്ട് കേടൊന്നും വരത്തില്ല. ഒരു കേടും മഞ്ഞളിന് വരത്തില്ല. നല്ല വിളവ് കിട്ടും. നല്ല ലാഭം കേട്ടോ മഞ്ഞളിൻ്റെ കൃഷി. ഉണ്ടോ? വലിയ കേടൊന്നും ഇല്ല കേട്ടോ, കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല. നല്ല മഞ്ഞളാണ്. കേടാവുന്ന പേടിക്കാൻ വേണ്ടല്ലേ? ഇത് കണ്ടില്ലേ, നല്ല കട്ടി കണ്ടില്ലേ മഞ്ഞളിൻ്റെ? നമ്മൾ നടുമ്പോൾ കണ്ടത് ചെറിയൊരു പീസല്ലേ ഇപ്പോൾ അടുത്ത്? ഒറ്റ പീസ് ഇതേപോലുള്ള നമ്മളിതെൻ്റെ ഒരു പീസ് നട്ടാൽ പോലെ അതുപോലുള്ള ഒറ്റ പീസ് നട്ടാൽ മതി. ഇതുപോലൊരു പീസ് നട്ടാൽ മതി. ഇതുപോലെ ഒരു പീസ് നട്ട് കഴിഞ്ഞുണ്ടല്ലോ, ഇതുപോലെ ഒരു മൂട് നമുക്ക് കിട്ടും. എല്ലാവരും വീടുകളിൽ കുറച്ച് ഒരു ഏകദേശം ഒരു 10-25 മൂട് മഞ്ഞൾ വാങ്ങിച്ച് നടാമെങ്കിൽ ആവശ്യമുള്ള മഞ്ഞൾ, നമ്മുടെ വീട്ടാവശ്യമുള്ള മഞ്ഞൾ എല്ലാ വീട്ടുകാർക്കും കിട്ടുന്നില്ല. അത് കടയിലൊക്കെ ഇപ്പോൾ മേടിക്കേണ്ട കാര്യമാണ്. വീട്ടിലൊരു ഇച്ചിരി കുഴിച്ച് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ മഞ്ഞൾ കിട്ടും. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ സർക്കാരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലേ മഞ്ഞൾ ഗ്രാമം എന്നൊക്കെ പറഞ്ഞ്. കൃഷിഭവനിൽ നിന്നൊക്കെ അവർ ഏറ്റവും കൂടുതൽ ഗ്രാൻറ്റും എന്തെങ്കിലും നമുക്ക് സഹായങ്ങൾ തരുന്നത് മഞ്ഞൾ കൃഷി ഉണ്ടോ എന്നാണ് ആദ്യം വരുവാൻ തിരക്കുന്നത്. മഞ്ഞൾ ഗ്രാമം അങ്ങനെ ഉണ്ടല്ലേ പ്രോജക്റ്റിൻ്റെ പേര്? മഞ്ഞൾ ഗ്രാമം അങ്ങനത്തെ പ്രോജക്റ്റ് ഇല്ലേ? നമ്മൾ ഇത്രയും ഒരുക്കാനുണ്ട് കേട്ടോ, ഇത്രയും മഞ്ഞൾ ഒരുക്കി എടുക്കാനുണ്ട്. അത് കുറച്ച് സമയം എടുക്കും. എന്താണ്ട് ഈ തടയൊക്കെ ഇനി മുറിച്ച് അതൊക്കെ റെഡിയാക്കണം. ഇത് വേഗാനൊക്കെ ഇച്ചിരി സമയം എടുക്കും. ഇതൊരു മെനക്കെട്ട പണിയാണ്. ഇത് നല്ല കഷ്ടപ്പാടാണ്. ബുദ്ധിമുട്ടുള്ള വർക്കാണ്. ഇത് മുറിക്കണം, തടം മുറിക്കണം, തടം മുറിച്ച് പീസാക്കണം. അത് വേഗം കുറേ സമയം എടുക്കും. തടം മുറിച്ച് പീസാക്കണം, എന്തായാലും ഒരുക്കിക്കണം. എന്നിട്ട് വേണം നമ്മൾ പുഴുങ്ങാനെടുക്കാൻ. ചിലർ ഇത് കടയിലൊന്നും ചിലവരൊന്നും പുഴുങ്ങത്തൊന്നുമില്ല, ചുമ്മാ വെയിലത്തിട്ട് ഉണക്കിയാണ് പൊടിച്ചു കൊണ്ടിരുന്നത്. നമ്മളിത് പുഴുങ്ങി നല്ല അടിപൊളി ആയിട്ടാണ് സംഭവം എടുക്കുന്നത്. അതുകൊണ്ടാണ് നല്ല കളറും കിട്ടും. പുഴുങ്ങി നമ്മൾ മഞ്ഞൾ പൊടിച്ച് നല്ല കളറായിരിക്കും. ഇത് ഏറെ നേരം നിന്ന് വേകണം. ഈ മഞ്ഞൾ നല്ലതായിട്ട് വേകണം. വെന്ത് നമ്മൾ ഉണക്കേണ്ടത്. കുറേ സമയം എടുക്കും. ഇതിപ്പോൾ ഈ മഞ്ഞൾ പൊടിച്ച് കഴിഞ്ഞാൽ കുറേ അധികം വരും. നമുക്കിപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് 1 കിലോ മഞ്ഞൾ തന്നെ ധാരാളമാണ്. ഇതിപ്പോൾ ഇത് കണ്ടോ, ഞങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ഇതിനും പൊടിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. കാരണം നമ്മളിത് കുറച്ച് 1 കിലോ മേടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. നല്ല ശുദ്ധമായ മഞ്ഞൾ ഉപയോഗിക്കാം ഒരു വർഷത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, മഞ്ഞൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും.